പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ കടന്നു വന്ന തോൽവികളുടെ നടുവിൽ, അതികഠിനമായ നിരാശയുടെ നടുവിൽ ദൈവഭക്തനായ ആസാഫ് ഒരു പാഠം പഠിച്ചു. തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിച്ച വിശുദ്ധി, പരമാർത്ഥത, അതെല്ലാം വെറുതെ ആയല്ലോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം ചിന്തകൾ തന്നെ തകർക്കാൻ തുടങ്ങിയപ്പോൾ ആസാഫ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചിന്തകൾ നിങ്ങളെ തകർക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് കലങ്ങിയിട്ടുണ്ടോ? ആസാഫ് നമുക്കൊരു നല്ല മാതൃകയാണ്. പുറകോട്ട് പിന്മാറുവാനല്ല ആസാഫ് ആഗ്രഹിച്ചത്. നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു പിടിക്കുവാൻ ദൈവസന്നിധിയിൽ ആസാഫ് മുട്ടുകുത്തി. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ അവസ്ഥകളെ കാണുന്ന, അറിയുന്ന ദൈവമാണ്. സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം ആസാഫിനോട് സംസാരിച്ചു. പ്രത്യാശയുടെ വചനങ്ങൾ, ജീവിപ്പിക്കുന്ന വചനങ്ങൾ, ആശ്വാസം നൽകുന്ന വചനങ്ങൾ. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്. നിങ്ങളുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാരപ്പെട്ടിരുന്ന ആസാഫിനോട് ദൈവം സംസാരിച്ചു. ദൈവസന്നിധിയിൽ ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ കൊതി തോന്നിയ ആസാഫ് ഒരു തീരുമാനമെടുത്തു. ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതാണ്. കാരണം ദൈവം അങ്ങനെയാണ് ആസാഫിനോട് സംസാരിച്ചത്. തൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഈ കഷ്ടത, ഈ ഒറ്റപ്പെടലെന്ന് ചോദിച്ചവനോട് ദൈവം പറഞ്ഞു, ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്, ഇത് മഹത്വത്തിലേക്കുള്ള വഴിയാണ്. നീ നിൽക്കുന്നത് പാറമേലാണ്. ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ആലോചനയിൽ വഴി നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ആസാഫ് ഒരു തീരുമാനമെടുത്തു. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് നല്ലത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് എനിക്ക് നല്ലത്. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കാം. ജീവിതത്തിൽ കടന്നു വന്ന തോൽവികളുടെ നടുവിൽ ഒരു പാഠവും പഠിച്ചു. ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ചിന്തകൾ എന്നിൽ വാഴാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതെന്നെ തകർക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുകയായിരുന്നു. അത് നാശത്തിൻ്റെ പാതയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പകൽ ചിലത് പഠിക്കണം. ജീവിതത്തിൽ തോൽവികൾ നേരിട്ടതിൻ്റെ വേദനയിൽ, നിരാശയിൽ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് എനിക്കങ്ങനെ ഒരു തോൽവി ഉണ്ടായി? നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം. കാരണം നിങ്ങൾക്ക് ഇനിയും ദീർഘദൂര യാത്രയുണ്ട്. നിങ്ങൾ തോൽക്കാൻ വേണ്ടി ജനിച്ചവനല്ല, നിങ്ങൾ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ദൈവം ജയിച്ചവനാണ്. നിങ്ങളുടെ ജയം കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, തോറ്റുകൊടുക്കരുത്. തോൽക്കാനുള്ളതല്ല ജീവിതം. തോൽവികൾ വരില്ലെന്നല്ല, പക്ഷേ ജയിച്ചു മുന്നേറണം. മുൻപോട്ട് വീണ്ടും ചുവടുകൾ വയ്ക്കണം. വീണിടത്ത് കിടക്കരുത്. ഒന്നെഴുന്നേൽക്കണം. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവമുണ്ടല്ലോ. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. അതെ, നീ എഴുന്നേൽക്കുന്നത് കാണാനാണ് അവനിഷ്ടം. നീ ഉയർച്ച പ്രാപിക്കുന്നത് കാണാനാണ് അവനിഷ്ടം. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. ദൈവം നിന്റെ അടുക്കൽ വരും. ദൈവം ഒരു മഴ പോലെ വരും.
ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ജീവിക്കുകയും അവൻ്റെ മുൻപാകെ നടക്കുകയും ചെയ്യും. അതെ, ദൈവം നിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. പഠിക്കണം. ആസാഫ് പഠിച്ചു. ദൈവത്തോട് അകലുന്നത് നാശമാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തോൽവി ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അന്തരീക്ഷത്തിൽ തുടരാൻ പോവുകയാണ്. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.